പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിന് എതിരല്ലെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിച്ചല്ലോ. ഇതോടുകൂടി UDF ഏതാണ്ട് പൂർണ്ണമായും വെട്ടിലായിട്ടുണ്ട്. വഖഫ് ബോർഡ് വിഷയത്തിൽ UDFന്റെയും AICCയുടെയും പരസ്യ നിലപാടുകൾക്ക് വിരുദ്ധമാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാട്. ഇതിനു പുറമെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി തള്ളിയതോടെ ഇരട്ടി തിരിച്ചടിയാണ് ഉണ്ടായത്. വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലേ? ഇക്കാര്യത്തിൽ BJP നിലപാടിനെ സർക്കാർ പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ എന്ത്? നമ്മൾ പരിശോധിക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. വിശകലനങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിനൊരു ചെറിയ തിരിച്ചടിയും വഖഫ് ബോർഡിന് ആശ്വാസകരമായ ഒരു നീക്കവും ഉണ്ടായി. കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതിൽ നിന്ന് ഈ ഹൈക്കോടതി ഉത്തരവിൽ നിന്ന് അവസാനത്തെ ഒരു വരി റദ്ദാക്കി സർക്കാരിന്റെ നീക്കവുമായി ബന്ധപ്പെട്ട് ജോയിന്റ് സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്റീവായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ്, ആ ഒരു വരി കോടതി റദ്ദാക്കിയിട്ടുണ്ട്, വെട്ടിമാറ്റിയിട്ടുണ്ട് സുപ്രീം കോടതി. ഇന്നിപ്പം ഇതൊക്കെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് എന്താണ് എന്നറിയാനുള്ള കൗതുകവുമുണ്ട്. അത് ഒരു നിയമ നടപടിയായി അത് ഒരു വശത്ത് നിൽക്കട്ടെ. പക്ഷേ അപ്പോഴും സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നമുക്കറിയാവുന്ന പോലെ, ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ AICC നേതൃത്വം അവർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമാണ് സർക്കാർ ഈ വിഷയത്തിൽ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇത് ബോർഡിനെ ഒന്നാകെ ആശങ്കയിലാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരു വിഭാഗം ജനങ്ങളെ ഇത് വലിയ പ്രതിസന്ധിയിൽ കൂടി ആക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ വിശകലനം ചെയ്യുമ്പോൾ ഈ ഘട്ടത്തിൽ എന്ത് മനസ്സിലാക്കണം പ്രസാദ്? ഗുഡ് മോർണിംഗ് സേതു. ഈ വഖഫ് നിയമ ഭേദഗതി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എതിർപ്പ് ഉയർന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അതിനകത്ത് അമുസ്ലിങ്ങളായ 2 പേരെ ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. എന്തിനാണ് വഖഫ് ബോർഡിൽ അമുസ്ലിമുകളായ 2 പേരെ ഉൾപ്പെടുത്തുന്നത് എന്ന വിമർശനമാണ് പൊതുവെ പ്രതിപക്ഷം ഉയർത്തിയത്. അന്ന് ആ ഭേദഗതി വരുന്ന സമയത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഏറ്റവും ശക്തമായി വാദിച്ചതാണ്. KC വേണുഗോപാൽ തന്നെ അന്ന് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാരണം, ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും തരത്തിൽ അഹിന്ദുക്കളായ ആളുകളെ ഉൾപ്പെടുത്താൻ സർക്കാർ അനുകൂലിക്കില്ലല്ലോ. അപ്പോൾ അതേ വാദം തന്നെയാണ് വഖഫ് ബോർഡിന്റെ കാര്യത്തിലും. അവിടെ എന്തിനാണ് അമുസ്ലിമുകളായ ആളുകളെ ഉൾപ്പെടുത്തുന്നത് എന്ന വളരെ ലോജിക്കലായ ഒരു വാദം അന്ന് KC വേണുഗോപാൽ ഉയർത്തിയതാണ്. പക്ഷേ അതിനെല്ലാം തള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ വാദിച്ചിട്ടുള്ളത്. 14-ാം വകുപ്പ് എതിർപ്പില്ല, അതിനകത്ത് 14-ാം വകുപ്പ് എന്ന് പറയുന്ന അമുസ്ലിമുകളായ ആളുകളെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്, അതിനോട് എതിർപ്പില്ല എന്ന വാദം ഉന്നയിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്, UDFന്റെ നിലപാട്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയും അതിനകത്ത് അമുസ്ലിങ്ങളായ അംഗങ്ങളെ ഉൾപ്പെടുത്തില്ല എന്നൊക്കെ പറയുകയും ചെയ്താണ്. പക്ഷെ പിന്നീട് നമ്മൾ PM ശ്രീയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ഇത് കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതിന് സർക്കാരും UDFും ഒക്കെ പറയുന്നത്, ഇന്നലെ ഇപ്പോൾ ചന്ദ്രികയിൽ PMS എല്ലാം പറയുന്നത് വളരെ ടെക്നിക്കലായ കാര്യങ്ങളാണ്, സാങ്കേതികം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ ഒഴിയാൻ നോക്കുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. ഒരു തരത്തിലുള്ള പോരാട്ടവും നടത്താൻ തയ്യാറാകാത്ത രീതിയിലാണ് UDF ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇതിനകത്ത് ഇങ്ങനെ അമുസ്ലിങ്ങളായ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെതിരെ നിലവിൽ തന്നെ സുപ്രീം കോടതിയെ വിവിധ സംഘടനകൾ സമീപിച്ചിട്ടുണ്ട്. അതിനകത്തൊരു ഉത്തരവോ അല്ലെങ്കിൽ തീരുമാനമോ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ പോലും ഇല്ലാത്ത രീതിയിൽ ഒരു പോരാട്ടവും നടത്താതെ കേന്ദ്ര സർക്കാർ എന്തു പറയുന്നു, കേന്ദ്ര സർക്കാരിനോട് വളരെ യോജിച്ചുകൊണ്ട് തന്നെ പോകാം. നമ്മൾ കണ്ടതാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ PM ശ്രീ വിഷയത്തിലാണെങ്കിലും മറ്റു വിഷയത്തിലാണെങ്കിലും മന്ത്രിമാരൊക്കെ പറയുന്നത് ഞങ്ങൾ കേന്ദ്രത്തോട് ഏറ്റുമുട്ടാനില്ല, കേന്ദ്രവുമായി ഒരിക്കലും ഏറ്റുമുട്ടിയിട്ടല്ല മുന്നോട്ട് പോകേണ്ടത്, അവരോട് യോജിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാകണം ഒരുപക്ഷെ ഇക്കാര്യത്തിലും ഈ നിയമ ഭേദഗതി പൂർണ്ണമായും അംഗീകരിക്കുക. അമുസ്ലിങ്ങളായ അംഗങ്ങളെ, അത് അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളെ തന്നെ, മുന്നണിയിൽപ്പെട്ട ആളുകളെ തന്നെ മുസ്ലിങ്ങളായ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനോട് യോജിച്ചു പോകുക എന്നൊരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത്. പക്ഷേ ഇത് മുന്നണിയുടെയോ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെയോ നിലപാടല്ല. ഇത് വരും ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ, സമസ്തയിലെ എല്ലാം AP വിഭാഗമാണെങ്കിലും EK വിഭാഗമാണെങ്കിലും എല്ലാം ഈ സർക്കാരിന്റെ ഈ സമീപനത്തെ ശക്തമായി വിമർശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിനകത്ത് തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങളും വിയോജിപ്പുകളും ഉണ്ട്. പക്ഷേ പാർട്ടി നേതൃത്വം പറയുന്നത് തൽക്കാലം വിശ്വാസത്തിലെടുക്കുക. അവരെല്ലാം തന്നെ പറയുന്നത്
പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, വരുന്നതെല്ലാം തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. സുപ്രീം കോടതിയിൽ ഇന്നലെ സർക്കാരിന് വേണ്ടി വാദിച്ച ആൾ 14-ാം വകുപ്പ് എതിരായിട്ടല്ല സംസാരിച്ചത്. സുപ്രീം കോടതിയിൽ തന്നെ പരിഗണനയിലുള്ള മറ്റൊരു കേസ്, അതായത് ഈ 2 അംഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ എതിർവാദങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും പരിഗണിക്കണം, അതില്ലെങ്കിൽ അത് തീരുമാനം വരുന്നവരെ കാത്തിരിക്കാനാണ് സർക്കാരിന്റെ ആലോചന എന്ന് പോലും പറയാൻ തയ്യാറാകാതെ, ഒരു പോരാട്ടം പോലും നടത്താൻ തയ്യാറാകാതെ പൂർണ്ണമായും കീഴടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഹൈക്കോടതിയാണ് മുഴുവൻ വാദവും കേൾക്കുക. അവിടെയും സർക്കാർ ഇതേ വാദം തന്നെ ആവർത്തിക്കാനാണ് സാധ്യത. എന്തായാലും ഇത് മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ എതിർപ്പ് തന്നെയാണ് കാരണമായി മാറുന്നത്. ഓക്കെ.